K. Kelapan, 1889 to 1971. His life lasted 82 years. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാകുന്നു കെ കേളപ്പൻ. കോഴിക്കോട് പയ്യോളിക്കടുത്തെ മുച്ചുകുന്ന് ഗ്രാമത്തിലാണ് ശ്രീ കെ കേളപ്പൻ ജനിക്കുന്നത്. 1923 മാർച്ച് 18 സി കേശവ മേനോന്റെ ഓണർഷിപ്പിൽ ആരംഭിച്ച മാതൃഭൂമി പത്രത്തിന്റെ എഡിറ്ററായി 1929 അതുപോലെ 1936 കാലഘട്ടത്തിൽ കെ കേളപ്പൻ ജോലി ചെയ്തിട്ടുണ്ട്. 1927 കോഴിക്കോട് എംപവർമെന്റ് ഓഫ് ഡിപ്രസ്ഡ് ക്ലാസിന് വേണ്ടി, അതായത് അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് അൺടച്ചബിളിന് വേണ്ടി തുടങ്ങിയ ഓർഗനൈസേഷന്റെ സെക്രട്ടറി ആയിരുന്നു കെ കേളപ്പൻ. നമുക്കിവിടെ മലയാളത്തിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. എംപവർമെന്റ് ഓഫ് ഡിപ്രസ്ഡ് ക്ലാസ് അല്ലെങ്കിൽ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് അൺടച്ചബിൾ എന്നുള്ളതിന്റെ മലയാളം വാക്കാണ് നമ്മളോട് എക്സാമിന് ചോദിക്കാറുള്ളത്. അത് ഇതാകുന്നു: അന്ത്യജോദ്ധാരണ സംഘത്തിന്റെ 1927 കോഴിക്കോട് അന്ത്യജോദ്ധാരണ സംഘത്തിന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു കെ കേളപ്പൻ. NSSന്റെ സ്ഥാപക പ്രസിഡന്റായിരുന്നു കെ കേളപ്പൻ. NSSന്റെ സ്ഥാപക സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. NSSന്റെ സ്ഥാപകനും മന്നത്ത് പത്മനാഭനായിരുന്നു. നമുക്കറിയാമല്ലോ. മഹാത്മാഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി കേരളത്തിൽ നിന്നും ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട നവോത്ഥാന നായകനാകുന്നു കെ കേളപ്പൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് KPCCയുടെ പ്രസിഡന്റും കെ കേളപ്പൻ ആയിരുന്നു. കോഴിക്കോട് പയ്യോളിക്ക് സമീപം കെ കേളപ്പൻ സ്ഥാപിച്ച വിദ്യാലയമാകുന്നു ശ്രദ്ധാനന്ദ വിദ്യാലയം. അതുപോലെ 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറിയുമായിരുന്നു കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സത്യാഗ്രഹ സമരമാകുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ ക്ഷേത്രം ഇന്നത്തെ തൃശൂർ ജില്ലയുടെ ഭാഗമാകുന്നു. എന്നാൽ 1956 മുമ്പ് വരെ ഗുരുവായൂർ ക്ഷേത്രം മലബാർ ജില്ലയിലെ പൊന്നാനി താലൂക്കിന്റെ ഭാഗമായിരുന്നു. പൊന്നാനി താലൂക്കിൽ സ്ഥിതി ചെയ്തിരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി സാമൂതിരിയായിരുന്നു. എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി ഗുരുവായൂർ ക്ഷേത്രം തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനായ കെ കേളപ്പനായിരുന്നു. അതായത് ഈ ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം അരങ്ങേറുന്നത്. 1931 കോഴിക്കോട് വടകരയിൽ സെൻഗുപ്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന 5ാമത് KPCC സമ്മേളനത്തിലാണ് ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച പ്രമേയം അംഗീകരിച്ചത്. ഈ പ്രമേയത്തിലൂടെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചത്. കേരളത്തിൽ നടന്ന ആദ്യ മഹിളാ കോൺഗ്രസ് സമ്മേളനം കൂടിയാണ് 1931 5ാമത് KPCC സമ്മേളനം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ 1931 കോഴിക്കോട് വടകരയിൽ സെൻഗുപ്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന 5ാമത് KPCC സമ്മേളനത്തിലാണ് ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച പ്രമേയം അംഗീകരിച്ചത്. അപ്പോൾ ഈ പ്രമേയത്തിലൂടെയാണ് 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം അരങ്ങേറുന്നത്. അതുമാത്രമല്ല, ഈ 5ാമത് KPCC സമ്മേളനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആദ്യ മഹിളാ കോൺഗ്രസ് സമ്മേളനം കൂടിയാണ് 1931 5ാമത് KPCC സമ്മേളനം. അതായത് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനാകുന്നു. ഓക്കെ, കെ കേളപ്പൻ തന്നെയായിരുന്നു ഈ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും കെ കേളപ്പൻ തന്നെയായിരുന്നു. കെ കേളപ്പൻ തന്നെയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. അതുമാത്രമല്ല, ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ AKG ആയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ AKG ആയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യ അബ്രാഹ്മണൻ P കൃഷ്ണപിള്ളയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യ അബ്രാഹ്മണൻ P കൃഷ്ണപിള്ളയാകുന്നു. KPCCയുടെ കീഴിലാണ് ഈ സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തടവിന് ശിക്ഷിക്കപ്പെട്ടവരാകുന്നു TR കൃഷ്ണസ്വാമി അയ്യരും സുബ്രഹ്മണ്യൻ തിരുമുമ്പും. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തടവിന് ശിക്ഷിക്കപ്പെട്ടവരാകുന്നു TR കൃഷ്ണസ്വാമി അയ്യരും സുബ്രഹ്മണ്യൻ തിരുമുമ്പും. 1932 സെപ്റ്റംബർ 21 കെ കേളപ്പൻ മരണം വരെ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. എന്നാൽ 1932 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഈ നിരാഹാര സമരം അവസാനിപ്പിച്ചു. അതായത് 1932 സെപ്റ്റംബർ 21 കെ കേളപ്പൻ മരണം വരെ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുകയും എന്നാൽ 1932 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഈ നിരാഹാരം അവസാനിപ്പിക്കുകയുമാണ് ചെയ്തത്. സത്യാഗ്രഹത്തെ തുടർന്ന് പൊന്നാനി താലൂക്കിൽ നടത്തിയ വോട്ടെടുപ്പിൽ 77% സവർണ്ണ ഹിന്ദുക്കളും ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചു. സത്യാഗ്രഹത്തെ തുടർന്ന് പൊന്നാനി താലൂക്കിൽ നടത്തിയ വോട്ടെടുപ്പിൽ 77% സവർണ്ണ ഹിന്ദുക്കളും ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചു. 1932 ഈ സമരം അവസാനിപ്പിച്ചു. 1930 നടന്ന പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും കെ കേളപ്പനായിരുന്നു. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് പറയാം. ഓക്കെ, ഉപ്പ് സത്യാഗ്രഹം. ബ്രിട്ടീഷുകാരുടെ സാൾട്ട് ആക്ടിന്, അതായത് ഉപ്പ് നിയമത്തിന് എതിരായി നടന്ന സമരമാകുന്നു ഉപ്പ് സത്യാഗ്രഹം. ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നിയമം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ കടൽ തീരത്ത് നിന്ന് ഉപ്പ് എടുക്കുന്നതിൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി. ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കാതെ ഉപ്പ് കുറക്കിയാൽ ജയിൽ ശിക്ഷ അനുഭവിക്കണം. ഇതായിരുന്നു ഉപ്പ് നിയമം. ഇതായിരുന്നു ബ്രിട്ടീഷുകാരുടെ സാൾട്ട് ആക്ട്. ഈ ഒരു ഉപ്പ് നിയമം ലംഘിക്കുവാനായി 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അന്യായമായ നിയമങ്ങൾ സമാധാനപരമായി എതിർക്കുകയും ലംഘിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാകുന്നു സിവിൽ നിയമലംഘന പ്രസ്ഥാനം. 1930 മാർച്ച് 12 ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള സബർമതി ആശ്രമത്തിൽ നിന്നും 390 കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയുള്ള ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജി തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട 78 അനുയായികൾക്കൊപ്പം ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ച വർഷവും ഡേറ്റും 1930 മാർച്ച് 12 എവിടെ നിന്നാണ് ആരംഭിച്ചത്? ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള സബർമതി ആശ്രമത്തിൽ നിന്നും. എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആയിരുന്നു? 390 കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയുള്ള ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്തേക്കായിരുന്നു അന്ന് ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത്. ഈ ഒരു സമരയാത്രയിലുടനീളം 100 കണക്കിന് ആളുകൾ ഈ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് അണിചേരുകയുണ്ടായി. 1930 ഏപ്രിൽ 5 ഗാന്ധിജിയും അനുയായികളും ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത്. 24 ദിവസം കൊണ്ട് 390 കിലോമീറ്ററാണ് അവർ സഞ്ചരിച്ചത്. 1930 ഏപ്രിൽ 6 ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചു. ഈ ഒരു വർഷവും ഡേറ്റും കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12.
ഗാന്ധിജിയും അനുയായികളും ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് 1930 ഏപ്രിൽ 5. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6. ഈ ഡേറ്റുകൾ മറന്നുപോകാതെ കൃത്യമായി ഓർത്തു വയ്ക്കുക. മാർച്ച് 12 ആരംഭിച്ചു, ഏപ്രിൽ 5 ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു, ഏപ്രിൽ 6 ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചു. ഉപ്പ് സത്യാഗ്രഹത്തിന് പോകും മുമ്പ് ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ ഒന്ന് വായിക്കാം. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ എന്റെ ജഡം ഞാൻ സമുദ്രത്തിന് സംഭാവന നൽകും. ദണ്ഡി യാത്രയിലെ, അതായത് ഉപ്പ് സത്യാഗ്രഹത്തിലെ സത്യാഗ്രഹികൾ തൂവള്ള ഖാദി വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. അതുകൊണ്ട് ദണ്ഡി മാർച്ചിനെ വെണ്മയുടെ ഒഴുകുന്ന നദി എന്ന് പറയപ്പെടുന്നു. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉപ്പ് സത്യാഗ്രഹങ്ങൾ നടന്നിരുന്നു. കേരളത്തിൽ കണ്ണൂരിലെ പയ്യന്നൂരിലും കോഴിക്കോട്ടെ ബേപ്പൂരിലും എന്നിവിടങ്ങളിലായി ഉപ്പ് സത്യാഗ്രഹം നടന്നിരുന്നു. 1930 ഏപ്രിൽ 13 കെ കേളപ്പൻ നയിച്ച കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത്. 32 പേരായിരുന്നു കെ കേളപ്പനോടൊപ്പം ആ യാത്രയിൽ ആദ്യം അണിചേർന്നത്. പിന്നീട് യാത്രയിലുടനീളം നൂറുകണക്കിന് ആളുകൾ അതിനെ അഭിഗമിക്കുകയുണ്ടായി. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിലെ പ്രധാന വേദി പയ്യന്നൂരായിരുന്നു. പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്നും അറിയപ്പെടുന്നു. കണ്ണൂരിലെ പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്ന് പറയുവാനുള്ള കാരണം ഗുജറാത്തിലെ ബർദോളിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയിട്ടുള്ള പല സമരങ്ങളും കണ്ണൂരിലെ പയ്യന്നൂരിലും സമാനതകളോട് കൂടി നടക്കുകയുണ്ടായി. അത് കാരണം കൊണ്ടാണ് കണ്ണൂരിലെ പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഗാനമായിരുന്നു വരിക വരിക സഹചരെ എന്നത്. ഗാന്ധിജിയുടെ ദണ്ഡി ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഗാനമായിരുന്നു രഘുപതി രാഘവ രാജാറാം. വരിക വരിക സഹചരെ എന്നുള്ള ഗാനം എഴുതിയത് അംശി നാരായണപിള്ളയായിരുന്നു. ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്. അതായത് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് പാലക്കാട് നിന്നും കോഴിക്കോട്ടെ ബേപ്പൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നടന്നിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്തത് ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ ആകുന്നു. ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ പാലക്കാട്ടെ തന്റെ ശിവഗിരി ആശ്രമത്തിൽ നിന്നും കോഴിക്കോട്ടെ ബേപ്പൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദിയായിരുന്നു പയ്യന്നൂർ. ഈ പയ്യന്നൂർ സത്യാഗ്രഹം, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13 ആകുന്നു. 1930 ഏപ്രിൽ 21 പയ്യന്നൂരിലെത്തി. 1930 ഏപ്രിൽ 23 ഉപ്പ് നിയമം ലംഘിച്ചു. ഈ ഡേറ്റുകൾ മറന്നു പോകരുത്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് 1930 ഏപ്രിൽ 13 ആകുന്നു. 1930 ഏപ്രിൽ 21 പയ്യന്നൂർ കടപ്പുറത്തിലെത്തി. 1930 ഏപ്രിൽ 23 കേരളത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചു. എന്നാൽ ദേശീയ തലത്തിലുള്ള ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഡേറ്റും ഇതോട് ക്ലാഷ് ആവരുത്. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഡേറ്റ് ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് 1930 മാർച്ച് 12 ആകുന്നു. പിന്നീട് 1930 ഏപ്രിൽ 5 ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു. 1930 ഏപ്രിൽ 6 ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചു. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹ സമരം ആരംഭിച്ച ഡേറ്റ് 1930 മാർച്ച് 12, ദണ്ഡി കടപ്പുറത്ത് എത്തിയ ഡേറ്റ് 1930 ഏപ്രിൽ 5, ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6. അപ്പോൾ മാർച്ച് 12, ഏപ്രിൽ 5, ഏപ്രിൽ 6 വർഷമെല്ലാം സെയിം ആണ്, 1930. എന്നാൽ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹവുമായി സംബന്ധിച്ചുള്ള ഡേറ്റ് പറയാം, വർഷം സെയിം തന്നെയാണ്, 1930 തന്നെയാണ്. എന്നാൽ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 13 പയ്യന്നൂരിലെ കടപ്പുറത്ത് എത്തിയത് ഏപ്രിൽ 21 പയ്യന്നൂരിൽ വെച്ച് ഉപ്പ് നിയമം ലംഘിച്ചത് ഏപ്രിൽ 23 അപ്പോൾ ഏപ്രിൽ മാസങ്ങളിലാണ് കേരളത്തിലുള്ള ഉപ്പ് സത്യാഗ്രഹം നടന്നത്. ഏപ്രിൽ 13, ഏപ്രിൽ 21, ഏപ്രിൽ 23. എന്നാൽ ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് മാർച്ച് ഏപ്രിൽ മാസങ്ങളായിട്ടാണ്. മാർച്ച് 12 തുടങ്ങി, ഏപ്രിൽ 5 എത്തിച്ചേർന്നു, ഏപ്രിൽ 6 ഉപ്പ് നിയമം ലംഘിച്ചു. അപ്പോൾ അത് മറന്നു പോകാതെ മാറിപ്പോകാതെ പ്രത്യേകം ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക. താങ്ക് യു. കേരളത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്, അതായത് പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 2-3 പോയിന്റ്സ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ പോയിന്റ്സിലേക്ക് ഒന്ന് പോകാം. 1930 കേരളത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തപ്പോൾ പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത് മൊയ്യാരത്ത് ശങ്കരൻ ആയിരുന്നു. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ബെല്ലാരി ജയിലിൽ അടയ്ക്കപ്പെട്ട പി.സി. കുഞ്ഞിരാമൻ അടിയോടി 43 ദിവസത്തെ ഉപവാസത്തിനുള്ളിൽ ജയിലിൽ വെച്ച് മരണപ്പെട്ടു. AKG അടക്കമുള്ള നേതാക്കൾ പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം, ഈ സാൾട്ട് ആക്ട്, അതായത് ഉപ്പ് നിയമം ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഏത് വർഷം മുതലാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. അത് 1836 മുതലാണ് ഈ ഉപ്പ് നിയമം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. അപ്പോൾ ആ സമയം മുതലേ നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട് പല എതിർപ്പുകളും പല പ്രതിഷേധങ്ങളും സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു ആകെ തുകയായിട്ടാണ്, അതിൻ്റെ എല്ലാം ഒരു ആളിക്കത്തൽ എന്നോളമാണ് 1930 ഗാന്ധിജി ഈ സമരത്തിന് നേതൃത്വം ഏറ്റെടുത്ത് ഇത്തരത്തിൽ അതിനെപ്പറ്റി അവസാനിപ്പിച്ചത്. ഓക്കെ. കല്യാശ്ശേരി സമരം കെ കേളപ്പനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കല്യാശ്ശേരി സമരം എന്താണെന്ന് പറയാം. തീണ്ടൽ ജാതിക്കാരുടെ, അതായത് അയിത്ത ജാതിക്കാരുടെ സഞ്ചാരവും അതുപോലെ അവരുടെ സ്കൂൾ പ്രവേശനം തുടങ്ങിയ അവകാശങ്ങൾക്ക് വേണ്ടി കെ കേളപ്പനും സ്വാമി ആനന്ദ തീർത്ഥനും നയിച്ച സമരമാകുന്നു കല്യാശ്ശേരി സമരം. 1931-32 കാലഘട്ടങ്ങളിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കെ കേളപ്പൻ 1932 സെപ്റ്റംബർ 22 മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചു. എന്നാൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 നിരാഹാര സമരം അവസാനിപ്പിച്ചു. 1934 കെ കേളപ്പന്റെ അധ്യക്ഷതയിലാണ് കോഴിക്കോട് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപീകരിക്കുന്നത്. 1938 മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ ആദ്യ പ്രസിഡന്റും കെ കേളപ്പനായിരുന്നു. 1947 അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന വർഷത്തിൽ തൃശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചതും കെ കേളപ്പനാകുന്നു. 1947 തൃശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷനിൽ അധ്യക്ഷത, അതായത് പ്രസിഡന്റ്ഷിപ്പ് വഹിച്ചത് കെ കേളപ്പനായിരുന്നു. അതുപോലെ 1958 കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയുടെ നേതാവുമായിരുന്നു കെ കേളപ്പൻ. ദെൻ 1958 കോഴിക്കോട് കേരള സർവോദയ സംഘത്തിന്റെ പ്രഥമ പ്രസിഡന്റും കെ കേളപ്പൻ ആയിരുന്നു. കെ കേളപ്പൻ പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാക്യമാകുന്നു, ആസ് ലോങ് ആസ് കാസ്റ്റ് ഡിസേബിലിറ്റീസ് എക്സിസ്റ്റഡ് ദെയർ കുഡ് ബി നോ സ്വരാജ്. അതായത് ജാതി സംബന്ധമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വരാജ് നടപ്പാക്കാൻ കഴിയില്ല.